ബി.ജെ.പിയുടെ ജനകീയ മുന്നേറ്റത്തിൽ വിറളി പൂണ്ട കോൺഗ്രസും സിപിഎമ്മും കേരളത്തിൽ നടത്തുന്ന അവിശുദ്ധ സഖ്യത്തിന്റെയും ഗൂഢതന്ത്രങ്ങളുടെയും നേർചിത്രമാണ് കേരളം ഇന്നലെ കണ്ടത്. തോൽവി ഉറപ്പായ മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തിയും വ്യാജ പ്രചരണങ്ങളിലൂടെയും തകർക്കാമെന്നത് ഇടത് വലത് മുന്നണികളുടെ വ്യാമോഹം മാത്രമാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ കോൺഗ്രസ് നടത്തിയ ആസൂത്രിതമായ വ്യാജ വീഡിയോ നാടകവും നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ സിപിഎം പടച്ചുവിട്ട മദ്യക്കഥയും കേരളത്തിലെ രാഷ്ട്രീയ പാപ്പരത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. വികസനത്തെയും ജനപിന്തുണയെയും നേരിടാൻ കരുത്തില്ലാത്തവർ പിൻവാതിലിലൂടെ നടത്തുന്ന ഈ നെറികെട്ട നീക്കങ്ങൾക്കുള്ള മറുപടി കേരളത്തിലെ വോട്ടർമാർ ബാലറ്റിലൂടെ ഇന്ന് നൽകിയിരിക്കും. പാലക്കാട് ശോഭാ സുരേന്ദ്രനെയാണ് വോട്ടർക്ക് പണം നൽകിയെന്നാരോപിച്ച് വ്യാജ വീഡിയോയുമായി കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതെങ്കിൽ നേമത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെയായിരുന്നു സിപിഎമ്മിന്റെ നീക്കം. ബി.ജെ.പി ഓഫീസിൽ നിന്ന് മദ്യം പിടിച്ചെന്നായിരുന്നു വ്യാജ ആരോപണം. ഇന്നലെ കണ്ണാടി പഞ്ചായത്ത് തിരുവക്കുറിശ്ശിയിലായിരുന്നു ശോഭയുടെ പര്യടനം. സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു പോയതിന് പിന്നാലെ വെള്ള ചുരിദാർ ധരിച്ച് മുല്ലപ്പൂ ചൂടിയ സ്ത്രീ ഒരു വീട്ടിലേക്ക് കയറി വയോധികയ്ക്ക് എന്തോ നൽകുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. വീടിന് സമീപത്തെ മതിലിന് പിന്നിൽ നിന്നെടുത്ത വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. തുടർന്ന് ആ സ്ത്രീ മറ്റൊരു സ്ഥലത്ത് ബി.ജെ.പിയുടെ വാഹനങ്ങൾക്ക് സമീപത്ത് കൂടി നടക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ അവർ ബി.ജെ.പിയുടെ വാഹനങ്ങളിൽ കയറുന്നതൊന്നും ദൃശ്യങ്ങളിലില്ല. അവർ ശോഭയ്ക്കൊപ്പം നിൽക്കുന്നതും വീഡിയോയിലില്ല. പിന്നീട് ആ സ്ത്രീ വയോധികയ്ക്ക് എന്തോ കൈമാറുന്നത് മാത്രമാണ് വീഡിയോയിലുള്ളത്. ആ സ്ത്രീക്കൊപ്പം ഉണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ വിഭാഗക്കാരനും നിരവധി കേസുകളിലെ പ്രതിയുമായ കോൺഗ്രസ് നേതാവ് വിനേഷാണ്. ഇയാൾ പിന്നീട് ശോഭയുടെ കാർ പിന്തുടരുകയും വീഡിയോ എടുക്കുന്നുമുണ്ട്. സ്ഥാനാർത്ഥിയുടെ കാർ തടഞ്ഞു നിർത്തി വോട്ടിന് കാശ് കൊടുത്തെന്നാരോപിച്ച് ശോഭയുടെ വീഡിയോ എടുക്കുന്നു. അതിനിടെ കാറിലുണ്ടായിരുന്ന യുവാവും ശോഭയുടെ വീഡിയോ അനുമതിയില്ലാതെ പകർത്തി. ഇത് ചോദ്യം ചെയ്തപ്പോൾ കാറിലുള്ളവർ ഇറങ്ങി. അതിലൊരു യുവാവ് ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചതോടെ ശോഭ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. 2 ദിവസമായി ഈ കാറ് ശോഭയെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ ശോഭയെ അപമാനിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. വിനേഷ് കുഴൽമന്ദം റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി നടത്തി നൂറുകണക്കിന് ആളുകളുടെ കോടികൾ പറ്റിച്ച ആളാണ്. ശോഭ ജില്ലാ പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇമെയിലിൽ പരാതി നൽകി. വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ നേമത്തെ ബി.ജെ.പി ബൂത്ത് ഓഫീസിൽ മദ്യം ശേഖരിച്ചെന്ന ആരോപണമാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ഉന്നയിച്ചത്. 336 ലിറ്റർ മദ്യം പിടിച്ചെന്നും എന്നാൽ ഉദ്യോഗസ്ഥർ അത് 6 ലിറ്ററാക്കി മാറ്റിയെന്നുമാണ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ജയിൽകുമാർ പറയുന്നത്. ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ ബി.ജെ.പിയെ സഹായിച്ചെന്നാണ് സിപിഎം നേതാവ് പറയാതെ പറഞ്ഞത്. ശിവൻകുട്ടി തോൽക്കുമെന്നുറപ്പായതോടെയാണ് ഇത്തരം നീക്കങ്ങൾക്കുള്ള കാരണം. ഭരണപരാജയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണിതെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും പ്രതികരിക്കുന്നുണ്ട്. ജനപിന്തുണയും വികസന രാഷ്ട്രീയവും കൊണ്ട് നേരിടാൻ കഴിയാത്തപ്പോൾ ഇത്തരം നീചമായ ഗൂഢതന്ത്രങ്ങളിലൂടെ ബി.ജെ.പിയെ തളയ്ക്കാമെന്നത് കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും വെറും വ്യാമോഹം മാത്രമാണ്. പരാജയഭീതിയിൽ ഉറക്കമില്ലാത്ത രാവുകൾ തള്ളി നീക്കുന്ന ഇടത് വലത് മുന്നണികൾ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെതിരെ നടത്തിയ സ്ത്രീ വിരുദ്ധമായ നീക്കങ്ങളും രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. ഭരണപരാജയങ്ങളും അഴിമതികളും മൂടിവെക്കാൻ ഇത്തരം കള്ളക്കഥകൾ പടച്ചുവിടുന്നവർക്ക് ജനം കനത്ത തിരിച്ചടി നൽകും. അവിശുദ്ധ സഖ്യത്തിന്റെ അന്ത്യവും താമര വിരിയുന്ന വികസിത കേരളത്തിന്റെ ഉദയവും ഇനി വിദൂരമല്ല.